ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഹെയർ ബാൻഡ് മേക്കിംഗ് ഒന്നുമല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒരു കൈ ചെയിനാണ് കൈ ചെയിൻ ഹാൻഡ് ബ്രേസ്ലെറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഈ സ്റ്റോൺ ഒക്കെ ഉപയോഗിച്ച് ഒരു ത്രെഡ് ഉപയോഗിച്ച് നമ്മളൊരു കൈ ചെയിനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഒരു സ്കൈ ബ്ലൂ കളറിലെ ഒരു 6 mm ബീഡ്സും 4 mm ക്രിസ്റ്റൽ ബീഡ്സും പിന്നെ ചെറിയ വൈറ്റ് പേൾ ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ അതിന് വേണ്ടി പ്ലയേഴ്സ് 2 വേണം. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഹൂക്ക്, ഫിഷ് ഹൂക്ക് എന്ന് പറയും, ലോബ്സ്റ്റർ എന്നും പറയും. പിന്നെ നമുക്കതിനെ ലോക്ക് ചെയ്യാനുള്ള റിങ്സും ആവശ്യമുണ്ട്, ജംപ് റിങ്സും ആവശ്യമുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ ട്വൈൻ വേണം, ത്രെഡ് വേണം. ഇത് പ്ലാസ്റ്റിക് ത്രെഡാണ്, അത് യൂസ് ചെയ്താണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ നമുക്ക് എത്രയാണോ നമുക്ക് കൈ ചെയിന് വേണ്ട മെഷർമെൻറ്റിൽ നിങ്ങളുടെ ഇത് കുട്ടികൾക്കും ഉണ്ടാക്കാം, വലിയവർക്കും ഉണ്ടാക്കാം. അപ്പം നിങ്ങളുടെ കൈയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ത്രെഡിനെ മുറിച്ചെടുക്കണം. ഓക്കെ, ഇതാണ് ത്രെഡ്. ആവശ്യത്തിന് നീളമുള്ള ത്രെഡ് നമ്മൾ എടുത്ത് ഒരേപോലെ മടക്കി സെൻറ്റർ പിടിക്കണം. ഓക്കെ, സെൻറ്റർ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ലോബ്സ്റ്റർ ഹുക്കിനെയാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റേണ്ടത്. ഓക്കെ, അതിനു മുമ്പ് ഇതിലോട്ട് ഒരു ജംപ് റിങ്സിനെ എടുത്ത് ഇതിലോട്ട് ഹാങ് കയറ്റി നമ്മൾ ഉള്ളിലോട്ടാക്കി ജംപ് റിങ്സ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. ജംപ് റിങ്സിനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ഈ ജംപ് റിങ്സിനെ കൊണ്ടുവരണം. സെൻറ്ററിൽ ജംപ് റിങ്സിനെ കൊണ്ടുവന്നിട്ട് നമ്മളിതിനെ ഒന്ന് ടൈറ്റ് ചെയ്യണം. വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്യണ്ടേ. സോ നമ്മളിങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ജംപ് റിങ്ങിനെ ഇട്ടിട്ട് ഈ ഫിഷ് ഹുക്കിനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് നമ്മളിടേണ്ടത് ഇത് ലെഫ്റ്റും റൈറ്റും രണ്ട് സൈഡിലോട്ടാണ് നമ്മൾ ട്വൈൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ആദ്യം നമ്മൾ ഒരു ക്രിസ്റ്റൽ ബൗളാണ് ഇടുന്നത്. ഒരു ക്രിസ്റ്റൽ ബൗൾ ഇട്ടിട്ട് അതിനെ നമ്മൾ ലോക്ക് ചെയ്യണം. അതെങ്ങനെ ലോക്ക് ചെയ്യണമെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് ട്വൈൻ എടുത്ത് ക്രിസ്റ്റലിൻ്റെ അകത്തൂടെ കയറ്റി ഉണ്ടോ നമ്മൾ ഇങ്ങനെ വലിക്കുമ്പം അതവിടെ ഒരു ബൗൾ അവിടെ സെറ്റാവും. ഒരു ക്രിസ്റ്റലിൻ്റെ സ്റ്റോൺ അവിടെ സെറ്റായി. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ 2 ക്രിസ്റ്റൽ ബൗളും 4 എണ്ണമാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ 2 എണ്ണവും ഓൾറെഡി നമ്മളൊന്ന് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ 2 എണ്ണവും ലെഫ്റ്റിൽ 1 എണ്ണവുമാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് വേണ്ടത് ഒരു ചെറിയ പേളാണ്. ഫസ്റ്റ് ചെറിയ പേള്. അത് നമ്മൾ ഈ 2 ട്വൈൻ്റെയും ടിപ്പ് ഒരുപോലെ പിടിച്ചതിന് ശേഷം ഓക്കെ, സോ ഇതാ കയറ്റി കഴിഞ്ഞു. ഇനി നമുക്കത് സെൻറ്ററിലോട്ട് കൊണ്ടുപോകണം. സെൻറ്ററിലോട്ട് കൊണ്ടുപോയിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ട്വൈൻ ആയതുകൊണ്ട് ഫിഷിംഗ് ട്വൈൻ ആണ് ഇത്.
ത്രെഡാണ്, അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആകാൻ പാടാണ്, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പം അത് കഴിഞ്ഞു. ഒരു സിംഗിൾ നമ്മൾ കയറ്റി കഴിഞ്ഞു. ഒരു ചെറിയ ബൗൾ, ഒരു ചെറിയ എന്താ പറയണ്ടേ, ഒരു മുത്ത് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 6 mm അല്ലെങ്കിൽ 8 mm ഒരു മുത്തും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കയറ്റി. ഇനി നമുക്ക് എന്താ പറയുക, ഒരു വൈറ്റ് പേളും കൂടെ നമ്മൾ, ചെറിയ പേളും കൂടെ നമ്മളതിനകത്ത് അടുത്തത് ആഡ് ചെയ്യണം. എന്നാലേ അതിനൊരു ഭംഗി കാണുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഓക്കെ, ഒരു വൈറ്റ് പേള്, ഒരു സ്കൈ ബ്ലൂ കളറിലെ പേള്, പിന്നെ ഒരു വൈറ്റ് പേള്. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയൊരു ചെറിയ വൈറ്റ് പേളും കൂടെ ആവശ്യമുണ്ട്. നമ്മളതും കൂടെ ശ്രദ്ധിച്ച് അതിനകത്തോട്ട് രണ്ടിട്ടും അതിന് ഒരുപോലെ കയറുന്ന രീതിയിൽ പിടിച്ച് അകത്ത് കയറ്റുക. ഓക്കെ, ഇത് നീരിലിട്ട് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ നമുക്ക് ഹാൻഡി ആയിട്ട് വരുന്നത് ഇതിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കാം. കാരണം നീരിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 നീരിൽ പിന്നെ സെൻറ്ററിൽ കൊണ്ടുവരുമ്പോൾ അത് അകത്ത് കയറാനൊക്കെ ഭയങ്കര പാടായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇച്ചിരി സമയം എടുത്താലും നമുക്ക് തന്നെ ചെയ്തുണ്ടാക്കി നമ്മളിടുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലതല്ലേ. മേടിക്കുന്നതിനേക്കാട്ടിൽ കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ നമുക്ക് തന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ. അതിനൊരു ഭംഗി വേറെയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെയും റെഡ് പേളാണ്. റെഡ് ഇതാണ്. റൈറ്റും ലെഫ്റ്റും തന്നെ പിടിക്കുക. റൈറ്റിൽ ഫസ്റ്റ് ഒരു പേൾ ഇടുക, ഒരു സ്റ്റോൺ ഇടുക, ഒരു ക്രിസ്റ്റൽ സ്റ്റോൺ ഇടുക, പേളല്ല ക്രിസ്റ്റൽ സ്റ്റോൺ ഇടുക. ഇട്ടു. ലെഫ്റ്റ് സൈഡിൽ നമ്മളതിനെ ലോക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ അകത്തോട്ട് കയറ്റി സെയിം. നമ്മൾ ഇനിയും ചെയ്യുന്ന പ്രോസസ്സൊക്കെ സെയിമാണ്. ഒരു തവണയും കൂടെ ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. സെയിം. ഫസ്റ്റ് നമ്മൾ ട്വൈൻ ഇട്ടു, ഫസ്റ്റ് ക്രിസ്റ്റൽ ഇട്ടു. ഇനി റൈറ്റ് സൈഡ് 2 എണ്ണവും ലെഫ്റ്റ് സൈഡിൽ ഒരു ക്രിസ്റ്റലുമാണ് ആവശ്യം. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യണം. നമ്മുടെ കൈയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാൻ ചെയ്തിട്ട് നിങ്ങളെ ഇനി ബാക്കി കാണിക്കാം കേട്ടോ. ഇത്രയും അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിനിഷിങ്ങിനെത്തിക്കും. നമുക്കിനി ഇതിനൊരു ജംപ് റിങ്സ് കണക്ട് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇതിൽ വേണം നിങ്ങൾക്ക് ഹാങ്ങിങ്സ് ഒക്കെ ഇടാം. ബട്ട് ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല. ഒരു ഫിഷ് ഹുക്ക് ഒരു ജംപ് റിങ്സ് മാത്രം കണക്ട് ചെയ്ത് അത് നിർത്തുവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ജംപ് റിങ്സ് കയറ്റി നമ്മൾ 2-3 തവണ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തു. ടൈ ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നെ കട്ട് ചെയ്യാം. ഇത് നമുക്കൊന്നിങ്ങനെ ഉരുക്കി കൊടുക്കാം. നമ്മളതിനെ ഉരുക്കി കൊടുക്കാം. ഇത് നമ്മുടെ കായ്ച്ചേൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിന് ഊരാം. നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യാം, ഇട്ട് നോക്കാം. ഓക്കെ, സോ ഇതിന് വേണേൽ നമുക്കൊരു ഹാങ്ങിങ്സും കൂടെ റെഡിയാക്കാം. ഇതിപ്പോൾ ബ്രേസ്ലെറ്റ് കഴിഞ്ഞു. ഇനി ഒരു ഹാങ്ങിങ്സും കൂടെ നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഹെഡ് എടുക്കണം 2 എണ്ണം. ഹെഡ് എടുത്ത് നമുക്ക് നേരെ ആക്കാം.
എന്നിട്ട് നമുക്ക് ആദ്യം ചെറിയ ഹോളിനിടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കൈ ബ്ലൂ കളറിൻ്റെ പേളിനെ ഇട്ടു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇങ്ങനെ ഇട്ടു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ കുറച്ച് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാം. നമുക്കിതിനെ ഇങ്ങനെ ഓക്കെ. സോ ഇങ്ങനെ കിട്ടും നമുക്ക്. ഇനി അടുത്ത് ഉണ്ടാകാം. ഓക്കെ, ഇനി നമുക്കിതിനെ അതിൻ്റെ ഹാങ്ങിലോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊരു ജംപ് റിങ്സും കൂടെ ഇട്ടിട്ട് ഇത്രയും കൂടെ നമുക്ക് ഹാങ്ങിങ്സ് കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് ലെങ്ത് കിട്ടുമോ ഇല്ലയോ നോക്കാമല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മുടെ ഹാങ്ങിങ്സിനകത്തോട്ട് ഇതിനെ കയറ്റാം. എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമുക്കൊരു കോംബോ ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത്തിരി നല്ലൊരു ഫിഷിംഗ് ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിനെ നമ്മൾ ഒരു ജംപ് റിങ്സും കൂടി എടുത്ത് അടുത്ത ജംപ് റിങ്സിനും കൂടി എടുത്ത് ഇതിനെ കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഫിഷ് ഹുക്ക് നമുക്ക് ഇട്ട് ടൈറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോംബോ ആയിട്ട് ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിതിൻ്റെ ഒരു പെൻറ്റനും കൂടെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന് ചേരുന്ന ഒരു പെൻറ്റനും കൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയി, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? ക്യൂട്ടല്ലേ? സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.